നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന ഷവർലെറ്റിൻ്റെ തവേര. ഈ തവേരയുടെ ഹൈറ്റ് കൂട്ടാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് തവേരയുടെ ഹൈറ്റ് ഒരു കാരണവശാലും കൂട്ടുവാനായിട്ട് നിൽക്കരുത്. അപ്പോൾ നമുക്കിന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അതായത് തവേരയുടെ ഹൈറ്റ് ഫ്രണ്ട് സൈഡാണെങ്കിലും പുറകിലത്തെ സൈഡാണെങ്കിലും ഹൈറ്റ് കൂട്ടുന്നത് കൊണ്ടുള്ള ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ കാണുന്ന വാഹനം ഷവർലെറ്റിൻ്റെ തവേര നിയോ 3 LS വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ്. ഇതിൻ്റെ തന്നെ LT വേരിയൻറ്റ് വരുന്നുണ്ട്, SS വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, മാക്സി വരുന്നുണ്ട്, നിയോ 2, പിന്നെ നിയോ 2ൻ്റെ എലൈറ്റ് വരുന്നുണ്ട്, നിയോയും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം LT, LS, സ്റ്റാൻഡേർഡ്, മാക്സി അങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി വേരിയൻറ്റുകളുണ്ട്. സാധാരണ നിയോ 3 വേരിയൻറ്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, ഒത്തിരി വാഹനങ്ങൾ ഇതുപോലെ ഫ്രണ്ട് കുത്തിയാണ് നിൽക്കുന്നത്. ഫ്രണ്ട് വശം കുനിഞ്ഞാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ പുറകു വശം ഉയർന്നിട്ടുമാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിലവിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തവേരയുടെ ഫ്രണ്ട് ഹൈറ്റ് ചില വാഹന ഉടമകൾ 4 ഇഞ്ച് പൊക്കം വയ്ക്കുന്നുണ്ട്, ചിലർ 4.5 വയ്ക്കുന്നുണ്ട്, ചില വാഹന ഉടമകൾ 3 ഇഞ്ച് വയ്ക്കുന്നുണ്ട്. പലരും അവരുടെ ഇഷ്ടത്തിനാണ് ഹൈറ്റ് സെറ്റ് ചെയ്യുന്നത്. അവരുടെ ഡ്രൈവിംഗ് കംഫർട്ടിനനുസരിച്ച് ഹൈറ്റ് സെറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിൽ എടുത്തു പറയുവാനായിട്ടുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് കുറച്ച് ദിവസം മുന്നേ നമുക്കൊരു പാർട്ടി വിളിച്ച് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് തവേരയുടെ ഹൈറ്റ് കൂട്ടുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹൈറ്റ് ഫ്രണ്ട് വശം കൂട്ടിയാലുള്ള പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ടോർഷൻ ബോൾട്ട് പൊട്ടുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സാധാരണ നിയോ 3 വാഹനങ്ങളിലെല്ലാം ടോർഷൻ ബോൾട്ട് പൊട്ടുന്ന ഒരു പ്രശ്നം കുറവാണ്. അതേസമയം നിയോ 2 വാഹനങ്ങൾക്ക് ടോർഷൻ ബോൾട്ട് കൂടുതലായിട്ടും പൊട്ടുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. നിയോ 2 ഉള്ള വാഹന ഉടമകൾ ഒത്തിരി പേർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കും. ടോർഷൻ ബോൾട്ട് പൊട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് തവേരയുടെ ഫ്രണ്ട് ഹൈറ്റ്, ഈ വീൽ ആർച്ചും ടയറും തമ്മിലുള്ള ഹൈറ്റ് ഉയർത്തി വയ്ക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു വാഹനത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത തവേരയ്ക്കുണ്ട്. തവേര, കോളിസ്, അംബാസഡർ കാർ ഇതിനെല്ലാത്തിനും ഫ്രണ്ടിലത്തെ ഹൈറ്റ് നമുക്ക് എത്ര വേണോ ഉയർത്തുവാനും താഴ്ത്തുവാനും സാധിക്കും. അതേപോലെ തന്നെ പുറകിൽ ലീഫ് ബെൻഡ് ചെയ്താലുള്ളൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്, ഇത് ആക്ഷൻ പ്ലേറ്റാണ് ഇതിന് വരുന്നത്. ലീഫ് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് വാഹനം യാത്രാസുഖം കുറയും, വണ്ടിക്ക് ചാട്ടം കൂടുതലായിരിക്കും. അതുമല്ല, അതിൽ സംഭവിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമെന്ന് പറയുന്നത് ഇതിപ്പം ലീഫ് ബെൻഡ് ചെയ്തിട്ടില്ല, എന്നാൽ പോലും ഹൈറ്റ് കൂടുതലാണ്. ലീഫ് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് വാഹനം ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ, ചരലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ പായലുള്ള സ്ഥലങ്ങളിലോ വാഹനം കയറുന്ന സമയത്ത് പുറകിലത്തെ ടയർ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ആ കറങ്ങുന്നതിനനുസരിച്ചുള്ള വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ തേയ്മാനം, അതുപോലെ തന്നെയാണ് ടയറിൻ്റെ തേയ്മാനം. ക്ലച്ച് തേറുന്നതിൻ്റെ അതേപോലെ തന്നെ ടയറിനും തേയ്മാനം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വശം ഇരുന്ന് പോവുകയാണെങ്കിൽ, നമുക്ക് വീഡിയോ നോക്കിയാൽ അറിയാൻ പറ്റും, രണ്ട് സൈഡും ഒരേപോലെയാണ് വാഹനം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കയറ്റമോ ഇറക്കമോ അല്ലെങ്കിൽ ഓഫ് റോഡോ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വശം ഇരുന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇരുന്ന് പോവുകയാണെങ്കിൽ കൂടിയും ഒരു സൈഡിലെ ടയർ ചിലപ്പോൾ ഇടതുവശമായിരിക്കും ടയർ കിടന്ന് കറങ്ങുന്നത്, അല്ലെങ്കിൽ വലതുവശമായിരിക്കും പുറകിലത്തെ ടയർ കിടന്ന് കറങ്ങുന്നത്. ഈ കറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ പറ്റുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ സ്റ്റാറിനും കപ്പിനും, അതുപോലെ തന്നെ ഹൗസിങ്ങിൻ്റെ പിനിയം പ്ലാഞ്ച്, അതുകൂടാതെ തന്നെ ക്രൗണിനും എല്ലാം പ്രധാനമായിട്ടും തേയ്മാനം കൂടുതൽ സംഭവിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ ലീഫ് ബെൻഡ് ചെയ്യുവാനോ ഹൈറ്റ് കൂട്ടുവാനോ പാടുള്ളതല്ല. നിലവിൽ നിയോ 3ക്ക് വരുന്ന ആ ഒരു പൊക്കമെന്ന് പറയുന്നത്, വീൽ ആർച്ചും ടയറും തമ്മിലുള്ള പൊക്കമെന്ന് പറയുന്നത് 8.5 ഇഞ്ച് പൊക്കമാണ് വരുന്നത്. പുറകിൽ വരുമ്പം 22.5 പൊക്കം വരും. ചില വാഹനങ്ങൾക്ക് 23 വരുന്നുണ്ട്, 24 വരുന്നുണ്ട്. അത് യൂസിങ്ങിനനുസരിച്ച്, നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ഹൈറ്റിന് വ്യത്യാസം വരുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഹൈറ്റ് കൂട്ടിയാലുള്ള പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് വലിയ കട്ടറും ബ്രേക്കറും ഒക്കെ ചാടുന്ന സമയത്ത് ആ ഫ്രണ്ട് ഇടിച്ചിട്ട് റോഡിലോ അല്ലെങ്കിൽ ബ്രേക്കറിലോ അല്ലെങ്കിൽ ചപ്പാത്തിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇടിച്ചിട്ട് ബോൾട്ട് പൊട്ടുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ, അതായത് തവേര ഏത് വേരിയൻറ്റും ആയിക്കോട്ടെ, തവേരയുടെ ഹൈറ്റിന് വ്യത്യാസം വരുത്തുന്നത്, മുന്നിലത്തെ ഹൈറ്റിനെ അപേക്ഷിച്ച് പുറകിൽ വ്യത്യാസം വരുത്തുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും.
അതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ലീഫ് ബെൻഡ് ചെയ്യുന്ന സമയത്ത് അതിനൊരു മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മെഷർമെൻറ്റിന് മുകളിലോട്ട് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് യാത്രാസുഖം കുറയും. പുറകിലത്തെ സീറ്റിലിരിക്കുന്നവർക്ക് ബാക്ക് പെയിനിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണമെന്ന് പറയുന്നത് ഇതുപോലത്തെ കമ്പനി സീറ്റായിരിക്കും, പല വാഹനങ്ങളിലും ഇതുപോലത്തെ കമ്പനി സീറ്റായിരിക്കും. അതുപോലെ തന്നെ പഴയകാല വാഹനങ്ങളിൽ കമ്പനി സീറ്റ് കൂടാതെ തന്നെ ചിലർ ഓൾട്ടർ ചെയ്യാറുണ്ട്. ഈ ഓൾട്ടർ ചെയ്യുന്ന സമയത്ത് പൈപ്പിൻ്റെ ആ ഒരു ഇരിക്കുന്ന സമയത്ത്, ഈ പുറകിലത്തെ സീറ്റിലിരിക്കുന്ന സമയത്ത് അറിയാൻ പറ്റും. അത് സീറ്റിന് പൊക്കത്തിന് വ്യത്യാസമുണ്ട്. ഫ്ലാറ്റായിട്ടാണ് സീറ്റിരിക്കുന്നത്. അപ്പോൾ ഈ കട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് നടുവിൻ്റെ ഭാഗം ഈ പൈപ്പിൽ തട്ടിയിട്ട്, സീറ്റിൻ്റെ പൈപ്പിൽ തട്ടിയിട്ട് ബാക്ക് പെയിൻ്റെ പ്രശ്നം വരും. അതുമല്ല, ശരിയായിട്ടുള്ള രീതിയിൽ ആക്ഷൻ കിട്ടാത്ത ഒരവസ്ഥയും വരും. അതിനുപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ LSPV ശരിയായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് നടക്കത്തില്ല. ഓക്കെ, അപ്പം വാഹനം ആക്ഷൻ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ വാഹനത്തിൻ്റെ LSPV വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ലോഡ് സെൻസിങ് പ്രൊപ്പോർഷനിങ് വാൽവ് എന്നാണ് പറയുന്നത്. അപ്പം വാഹനം ആക്ഷൻ ചെയ്യുന്നതിനനുസരിച്ചാണ് LSPV വർക്കാവുന്നത്. ഈ LSPV പ്രോപ്പറായിട്ട് വർക്കാവാത്തൊരവസ്ഥ വരും. ഓക്കെ, വാഹനം ഏത് സൈഡിലായിട്ടാണ് ചരിഞ്ഞ് നിൽക്കുന്ന ആ സൈഡിലോട്ട് ചിലപ്പം വാഹനം വലിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലർ ഈ പ്ലേറ്റ് ബെൻഡ് ചെയ്യുന്ന സമയത്ത് LSPVയുടെ കണക്ഷൻ കട്ട് ചെയ്തിടാറും ഉണ്ട്. അങ്ങനെ വരുമ്പോഴും അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. വാഹനം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഏത് സൈഡിലോട്ടാണ് ലോഡ് വരുന്നത് ആ സൈഡിലോട്ടൊരു പുള്ളിങ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പുള്ളിങ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നിലവിലുള്ള വാഹനത്തിൻ്റെ ഹൈറ്റിന് വേരിയേഷൻ വരുത്തുവാനായിട്ട്, വ്യത്യാസം വരുത്തുവാനായിട്ട് ആരും ശ്രമിക്കരുത്. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹൈറ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് അത് കണക്കാക്കി അതേ രീതിയിൽ വാഹനം കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. 8 സീറ്റിന് മുകളിലോട്ടുള്ള വാഹനങ്ങൾ പല വാഹനങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. പുറകിലൊക്കെ ഇതിനെക്കാട്ടിയും ഉയരത്തിൽ പ്ലേറ്റൊക്കെ അടിച്ച് ബെൻഡ് ചെയ്ത് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ടയറിൻ്റെ തേയ്മാനം കൂടാതെ തന്നെ ക്ലച്ചിന് പ്രശ്നം, അതുപോലെ തന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ സ്റ്റാറിന് പ്രശ്നം, പിനിയൻ ബ്ലാഞ്ചിന് പ്രശ്നം, അതുകൂടാതെ തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ബാക്ക് പെയിൻ്റെ വിഷയങ്ങൾ, ശരിയായിട്ടുള്ള രീതിയിൽ ആക്ഷൻ കിട്ടാത്ത അവസ്ഥ, അതുപോലെ തന്നെ LSPVയുടെ വർക്കിംഗ്, ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് വർക്കാവാത്ത ഒരവസ്ഥ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വാഹനത്തിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതിനനുസരിച്ച് വ്യത്യാസം വരുവാനും അതുപോലെ തന്നെ മറ്റു പല കംപ്ലൈൻറ്റുകൾ വരുവാനുമായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് എല്ലാവരെയും അറിവിലേക്ക് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഒത്തിരി പേര് ഈ ഒരു ഹൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഹൈറ്റ് പ്ലേറ്റ് ബെൻഡ് ചെയ്യാമോ അല്ലെങ്കിൽ ഫ്രണ്ട് ഉയർത്താമോ. ഫ്രണ്ട് ഉയർത്തിയുള്ള പ്രശ്നമെന്ന് പറയുന്നത് ടോർഷൻ ബോൾട്ട് പൊട്ടും. ബാക്ക് ഉയർത്തിയുള്ള പ്രശ്നമെന്ന് പറയുന്നത് പുറകിലിരിക്കുന്നവർക്ക് യാത്രാസുഖം കുറവായിരിക്കും, അടിയും പിടിയും, പിന്നെ LSPVയുടെ വർക്കിംഗ്, അങ്ങനെ തുടങ്ങിയിട്ട് മറ്റു മെക്കാനിക്കൽ പാർട്സുകളുടെ തകരാറ്, ഷോക്കിങ്ങിൻ്റെ വർക്കിംഗ്, ഇതെല്ലാം സാരമായിട്ട് തന്നെ ബാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും നല്ലതായിരിക്കും. ഇപ്പോൾ ലീഫ് വാഹനമായതുകൊണ്ട് കുറച്ച് നാൾ ഓടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഹൈറ്റ് കുറയും. നോർമലി ഈ തവേരയ്ക്ക് മാത്രമല്ല, എല്ലാ വാഹനത്തിനും, കോളിസിനാണെങ്കിലും ടാറ്റാ സുമയ്ക്കാണെങ്കിലും അംബാസഡർ കാറിനാണെങ്കിലും ജീപ്പിനാണെങ്കിലും ഈ ലീഫ് വാഹനമാകുമ്പോൾ കുറച്ച് നാൾ ഓടുമ്പോഴത്തേക്ക് പ്ലേറ്റിൻ്റെ ആ ഒരു ടെൻഷൻ കുറഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്ലേറ്റ് ബെൻഡ് ചെയ്യും. ഒരു കാരണവശാലും ബെൻഡ് ചെയ്യരുത്. അവിടെ നമ്മൾ ഒരു പ്ലേറ്റും കൂടെ അഡീഷണൽ ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്, അതേ ചെയ്യാവൂ. അല്ലാതെ ബെൻഡ് ചെയ്ത് അടിച്ച് വളയ്ക്കുന്ന സമയത്ത്, ലോഡ് കയറാൻ വേണ്ടി അടിച്ച് വളയ്ക്കുന്ന സമയത്ത് ഈ ഇരിക്കുന്ന പാർട്ടിക്കാരുടെ യാത്രാസുഖവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ഒട്ടുമിക്കവരും പറഞ്ഞൊരു കാര്യമുണ്ട്, തവേരയ്ക്ക് യാത്രാസുഖം കുറവാണ്, പുറകിലിരിക്കുമ്പോൾ യാത്രാസുഖം കുറവാണ്, നമുക്ക് വൊമിറ്റിങ് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നതാണ്, അതായത് പ്ലേറ്റ് അടിച്ച് ബെൻഡ് ചെയ്ത് ആ ഒരു യാത്രാസുഖം കുറയ്ക്കുന്നത്. കാര്യം അവർക്കറിയില്ല, കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ ഇത് ചെയ്തു കൊടുക്കുന്ന വർക്ക്ഷോപ്പുകാർക്കോ അതിനെപ്പറ്റിയുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ അതിൽ വരുന്ന ദോഷങ്ങൾ അറിയാത്തത് കൊണ്ടുള്ള മെയിൻ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരെയും അറിവിലേക്ക് ഷെയർ ചെയ്യുന്നത്, ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം.